ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ലഭിച്ച നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരേ ശബ്ദം, ഒരേ വിഷയം, ഒരേ മുഖം, അത് നിരന്തരമായി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ട്, ഒരല്പം അസ്വസ്ഥത തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുവാനുള്ള താല്പര്യത്തോടെ നമുക്കിരിക്കാം. പിന്നെ ഒരാശ്വാസമുള്ളത് എല്ലാ ആഴ്ചയും വേണ്ടല്ലോ എന്നുള്ളതും ഒരാശ്വാസമാണ്. അതും നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തിനായിട്ട് ഓർക്കാവുന്നതാണ്. നാം പഠിച്ചു വന്ന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ തിരിയാം. നാം ഓർത്തതുപോലെ എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എലീശ പ്രവാചകന്റെ അത്ഭുതങ്ങൾ, എലീശ പ്രവാചകൻ ചെയ്ത അത്ഭുതവും അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക അർത്ഥങ്ങളുമാണ് നാം പഠിച്ചു വരുന്നത്. എലീശ പ്രവാചകൻ ചെയ്ത നാലാമത്തെ അത്ഭുതം, ദൈവിക ഏർപ്പെടൽ മൂലം ശത്രുവിൻ്റെ മേൽ അത്ഭുത വിജയം നേടുന്നത്. അതാണ് നാം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ തീമായിട്ട്, നമ്മുടെ മുഖ്യ വിഷയമായിട്ട് നമ്മൾ കണ്ടത് അനുസരണത്തിലൂടെ ദൈവിക അനുഗ്രഹങ്ങൾ നേടുക എന്നുള്ളതാണ്. അനുസരണത്തിലൂടെ നേടുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ അത്ഭുതം പഠിച്ച് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി. അവിടെ നാം കണ്ടത് 3 രാജാക്കന്മാർ, യഹൂദ രാജാവായ യഹോശാഫാത്ത്, ഇസ്രയേൽ രാജാവായ യഹോറാം, ഏദോം രാജാവ്, ഇവർ മൂവരും ചേർന്ന് മോവാബ് രാജാവിനെ ആക്രമിക്കുവാനായിട്ട് പോകുന്ന വഴിയിൽ അവർക്ക് വെള്ളം ലഭിക്കാത്തത് മുഖാന്തരം പ്രശ്നമുണ്ടാകുന്നു. അവരുടെ സൈന്യത്തിനും അവരുടെ മൃഗങ്ങൾക്കും വെള്ളം ലഭിക്കാത്തത് മുഖാന്തരം അവര് ഭീതിയിലാകുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനായിട്ട് എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നത് നാം കാണുകയുണ്ടായി. അവർ എലീശ പ്രവാചകന്റെ അടുക്കൽ എത്തിയപ്പോൾ എലീശ പ്രവാചകൻ പ്രാഥമികമായിട്ട് യഹോറാമിനോട് കോപിക്കുന്ന, അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കാതെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രതികരണം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. തന്നോട് പറയുന്നത്, നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത്? നിന്റെ പിതാവിൻ്റെ ദൈവമായ ബാലിൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ മാതാവിൻ്റെ ദൈവമായ അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരുടെ അടുക്കലും പോവുക എന്ന് പറഞ്ഞ് തന്നെ ശകാരിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. ഒപ്പം തന്നോട് കൂടെ ഉണ്ടായിരുന്ന യഹോശാഫാത്തിനെ താൻ അനുമോദിക്കുന്നു, അഥവാ തന്നെ ആദരിക്കുന്നു. യഹോശാഫാത്ത് ഉള്ളതുകൊണ്ട്, യഹോശാഫാത്തിൻ്റെ മുഖം ആദരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ തൻ്റെ ആലോചന അറിയിക്കാം എന്ന് പറഞ്ഞ് എലീശ അവരോട് സംസാരിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആ ഭാഗമാണ് ചിന്തിച്ചു വന്നത്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്ക് നോക്കാം. ആ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. ഇത്രയും എലീശ സംസാരിച്ച ശേഷം, യഹോറാമിനോടും യഹോശാഫാത്തിനോടും സംസാരിച്ച ശേഷം എലീശ പറയുന്ന കാര്യങ്ങളാണ് ആ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എലീശ പറയുന്നു, എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ അല്പം പരുഷമായിട്ട് എലീശ പ്രവാചകൻ യഹോറാമിനോട് സംസാരിക്കുകയും അല്പം ആദരവപൂർവം യഹോശാഫാത്തിനോട് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാനായിട്ട് തനിക്ക് സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു വീണക്കാരനെ, ഒരു മ്യൂസീഷ്യനെ, ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടി ആവശ്യമാണ് എന്ന് പറയുകയും അത് വരുത്തുവാനായിട്ട് താൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണക്കാരൻ വന്ന ശേഷം, ആ മ്യൂസീഷ്യൻ വന്ന ശേഷം താൻ വീണ വായിക്കുമ്പോൾ ആ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടെ അതിൽ നിന്ന് തൻ്റെ മനസ്സ് ദൈവസന്നിധിയിൽ ഏകീകൃതമായിട്ട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന ആ സന്ദർഭമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, സംഗീതം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്. ആധ്യാത്മിക സംഗീതം നമ്മെ
ദൈവസന്നിധിയോളം ഉയർത്തുന്നതാണ്. കഴിഞ്ഞ സന്ധ്യയിലും നമുക്ക് CBAK അസംബ്ലിയുടെ ചുമതലയിൽ ഒരു സംഗീത സായാഹ്നം ഉണ്ടായിരുന്നു. ചിലരൊക്കെ അതിൽ പങ്കെടുത്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആത്മീകമായിട്ടുള്ള ഒരു ഉണർവ്, ഒരു ഉത്തേജനം ലഭിക്കുന്നതാണ് ആധ്യാത്മിക സംഗീതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ സംഗീതം വളരെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സെറ്റപ്പ്, നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അങ്ങനെ ദൈവം നമ്മെ സൃഷ്ടിക്കുവാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നിത്യത മുഴുവനും നാം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ സംഗീതമുണ്ട്, അവിടെ മ്യൂസിക് ഉണ്ട്. വെറുതെ നമ്മുടെ വായ്പാട്ട് മാത്രമല്ല, അവിടെ സംഗീത ഉപകരണങ്ങളുണ്ട്. അപ്പോൾ നിത്യത മുഴുവൻ ദൈവസന്നിധിയിൽ സംഗീതാത്മകമായിട്ടുള്ള അനുഭവത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയവുമായി ആത്മാവുമായി സംഗീതത്തിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സംഗീതം തന്നെ രണ്ട് വിധത്തിലുള്ളതുണ്ട്. നമ്മുടെ ജഡത്തെ ഉത്തേജിപ്പിക്കുന്നത് പൈശാചികമായിട്ടുള്ള ചിന്തകളും താല്പര്യങ്ങളും നൽകുന്ന സംഗീതം ഈ നാളുകളിൽ ധാരാളം ലഭ്യമാണ്. നമ്മുടെ യുവതലമുറയൊക്കെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ, സംഗീതം കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുവാൻ ആവശ്യമുണ്ട്. അവർ ശ്രദ്ധിക്കുന്ന സംഗീതം അത് ജഡത്തെ ഉത്തേജിപ്പിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ആ സംഗീതം നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അത് പൈശാചിക നിലയിലുള്ള സംഗീതമാണോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് വിരുദ്ധമായിട്ട് സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ആധ്യാത്മിക സംഗീതം, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന് ഉണർവ് പകരുന്ന ആത്മീയ ഗീതങ്ങൾ, ആത്മീക സംഗീതം, അത് നാം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ എലീശ പ്രവാചകൻ ഒരു വീണക്കാരനെ വിളിക്കുന്നു. താൻ വന്ന് വീണ വായിക്കുമ്പോൾ എലീശ പ്രവാചകൻ അവർക്കുള്ള അരുളപ്പാട് അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീണക്കാരനെ ആവശ്യമായി വന്നത് അതോടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സാഹചര്യം വെച്ച് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോശാഫാത്തും യഹോറാമും ഏദോം രാജാവും കൂടെ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം തന്നെ യഹോറാമിനോട് വളരെ പരുഷമായിട്ട് സംസാരിക്കുകയാണ്. നീ എന്തിന് എൻ്റെ അടുക്കൽ വന്നു? നിന്റെ പിതാവിന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ, നിന്റെ മാതാവിന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ പോകരുതോ? എന്തിന് എൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞ് തന്നോട് പരുഷമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം താൻ പറയുന്നുണ്ട്, യഹോശാഫാത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുഖം ആദരിക്കുകയില്ലായിരുന്നു, നിന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കുകയില്ലായിരുന്നു. അതിനുശേഷം ആ നിലയിൽ യഹോശാഫാത്തിനെ താൻ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും യഹോശാഫാത്തും ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ, ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാതെ, ദൈവഹിതം അറിയാതെ യഹോറാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചതിൽ തീർച്ചയായിട്ടും എലീശയ്ക്ക് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ എലീശ പ്രവാചകന്റെ മനസ്സ് കലുഷിതമാണ്, ടെൻസ്ഡ് ആണ്. കലുഷിതമായിരിക്കുന്ന ആ മനസ്സിൽ, ഹൃദയം കലുഷിതമായിരിക്കുമ്പോൾ, മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തൻ്റെ ഹൃദയത്തെ, തൻ്റെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഏകോപിപ്പിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് ട്യൂൺ ചെയ്യുവാൻ, ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് തൻ്റെ മനസ്സിനെ ഉയർത്തുവാനായിട്ടാണ് ഈ സംഗീതക്കാരനെ വിളിക്കുന്നത്. എങ്കിൽ മാത്രമേ തനിക്ക് ദൈവ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ സന്ദേശം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് എലീശ പ്രവാചകൻ പരോക്ഷമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുന്നതാണ്. തനിക്ക് ദൈവത്തിന്റെ ആലോചന പറയുവാനായിട്ട് ഒരു സംഗീതക്കാരനെ, ഒരു വീണക്കാരനെ വരുത്തുവാനായിട്ട് പറയുന്നു. ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റുന്ന ആദ്യത്തെ പാഠം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും: നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏകാഗ്രമാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവിക സന്ദേശം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ എലീശ നമുക്ക് കാണിച്ചു തരുന്ന ഒരു നല്ല ചിന്തയാണത്. ഈ യഹോറാമിനെ കാണുമ്പോൾ കലുഷിതമാകുന്ന യഹോറാമിനെ കുറിച്ചുള്ള തൻ്റെ ചിന്ത, യഹോറാമിന്റെ ജീവിത രീതിയെക്കുറിച്ചുള്ള തൻ്റെ അസ്വസ്ഥത, തൻ്റെ വെറുപ്പ്, തൻ്റെ
പരുഷമായിട്ടുള്ള മനോഭാവത്തിലൂടെ പ്രതികരണത്തിലൂടെ വെളിപ്പെടുമ്പോൾ ആ മനോഭാവത്തിൽ, ആ മാനസികാവസ്ഥയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സന്ദേശം പ്രാപിക്കുവാൻ തനിക്ക് കഴിയുകയില്ല എന്ന് എലീശ സമ്മതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെത്രയോ അന്വർത്ഥമായിരിക്കുന്നു, ഇതെത്രയോ ബാധകമാണ്. ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഏകാഗ്രമായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ ശബ്ദം വാസ്തവത്തിൽ കേട്ടത് അവസാനമായിട്ട് എപ്പോഴാണ്? ഞാൻ സാധാരണ പറയാറുള്ള കാര്യമാണ്. എന്നാണ് അവസാനം പ്രസംഗം കേട്ടതെന്നല്ല, എന്നാണ് അവസാനം ബൈബിൾ വായിച്ചതെന്നല്ല. നാം പ്രസംഗം കേൾക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മുഖാന്തരങ്ങളാണവ. എന്നാൽ പ്രസംഗം കേട്ടതുകൊണ്ട് ദൈവശബ്ദം കേൾക്കണമെന്നില്ല. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരുന്നാലും ഇതിലൂടെ ദൈവശബ്ദം കേൾക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല എന്ന് വന്നേക്കാം. ദൈവത്തിൻ്റെ വചനം നാം നിരന്തരമായി വായിച്ചാലും അതിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല എന്ന് വന്നേക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്കതിനുള്ള മുഖാന്തരം ഉണ്ടാകണം. നാം പ്രസംഗം കേൾക്കണം, നാം ദൈവവചനം വായിക്കണം, ദൈവശബ്ദം കേൾക്കുവാനുള്ള സാധ്യത, അതിനുള്ള ഉപാധികളൊക്കെ നാം ഉപയോഗിക്കണം. അതെല്ലാം ശരിയാണ്. എങ്കിലും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കണം. നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ അതിന് അനുകൂലമായ ഒരാത്മീക അനുഭവം, ഒരാത്മീക ചുറ്റുപാട് നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. അതില്ലാതെ എലീശ പ്രവാചകന് പോലും ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം അതിലെത്രയോ അധികമായിട്ട് ആവശ്യമുള്ളതാണ്. അതിനേക്കാൾ എത്രയോ ഗതികേടിലായിരിക്കും. ദൈവം നമ്മെ വാസ്തവമായും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയണം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നാം അറിയുന്നുണ്ടല്ലോ, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവ് സന്ദർശിക്കുന്ന സമയം, അവിടെ മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന്, കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവശബ്ദം കേൾക്കുന്നു. കർത്താവിൻ്റെ ഇമ്പമുള്ള സ്വരം കേട്ട് അവൾ ദൈവവചനം പഠിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ട് ആനന്ദിക്കുന്നു. മറുഭാഗത്ത് മാർത്ത അവിടെ ആഹാരകാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് ബദ്ധപ്പാടിലാണ്. ഇതിനിടയ്ക്ക് മാർത്ത കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് മറിയയെ കൂടെ തന്നെ സഹായിക്കുവാനായിട്ട് അനുവദിക്കണമെന്ന് മാർത്ത ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ മാർത്ത വന്നത് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടിരിക്കുന്ന മാർത്തയ്ക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അതിൽ ആനന്ദിക്കുവാൻ, അത് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ദൈവസന്നിധിയിൽ ഹൃദയം ഏകാഗ്രമായിട്ട് ദൈവശബ്ദം കേൾക്കുന്ന മറിയയ്ക്ക് അത് കേൾക്കുവാനും ആസ്വദിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നു. കാരണം അവളുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാണ്. മാർത്തയെ സംബന്ധിച്ചിടത്തോളം പലതിനാൽ അവൾ വ്യാകുലപ്പെടുകയാണ്. മനസ്സിലായോ? അപ്പോൾ പലതിനാൽ നാം വ്യാകുലപ്പെടുന്ന പക്ഷം നമ്മുടെ ഹൃദയം കലുഷിതമായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ മറ്റു പല ചിന്തകൾ, മറ്റു പല പ്രശ്നങ്ങൾ, മറ്റു പല കാര്യങ്ങൾ ഹൃദയത്തിൽ നിറയുന്ന പക്ഷം നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുകയില്ല, ദൈവ സന്ദേശം ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, ദൈവശബ്ദം കേൾക്കുന്നവരെ അനുമോദിക്കാനും കഴിയുകയില്ല. മാർത്തയ്ക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്
കർത്താവിന്റെ ശബ്ദം കേട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറിയെ ഉൾക്കൊള്ളുവാനും കഴിയുന്നില്ല. മറിയെ കൂടെ അതിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ടുള്ള ഒരു താല്പര്യമാണ് മാർത്തയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുവാൻ ആവശ്യമുള്ള കാര്യം, നാം നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥലിൽ ഏകാഗ്രമാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം മറ്റു പലതിലും കലുഷിതമാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ മറ്റു പല കാര്യങ്ങൾ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുകയില്ല, ദൈവം നമ്മോട് സംസാരിക്കുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാഹചര്യത്തെ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് സംസാരിക്കാൻ ഇഷ്ടമാണ്. ദൈവത്തിന് തൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കുവാൻ, തൻ്റെ സന്ദേശം നമുക്ക് നൽകുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിന് മനസ്സാണ്. എന്നാൽ നമുക്കതിന് ഒരുക്കമില്ലെങ്കിൽ, അതിനുവേണ്ട ഒരുക്കം നാം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന് ശബ്ദം കേൾക്കുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ലഭിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ, നമ്മുടെ മനസ്സിനെ ഒരുക്കുവാൻ, ജീവിതത്തെ ഒരുക്കുവാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒരുക്കുവാൻ ദൈവം നമ്മെ പ്രത്യേകം സഹായിക്കുമാറാകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദമാണതെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ഏലിയ പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചാൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ദൈവം ഏലിയാവിനോട് ഹോരേബിലേക്ക് പോകുവാനായിട്ട് പറയുന്നു. ഹോരേബ് പർവ്വതത്തിൽ അവിടെ ഒരു ഗുഹയിൽ താൻ ഒളിച്ചിരിക്കുമ്പോൾ പുറത്തു വന്ന് ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന് മുൻപാകെ ഏലിയാവ് നിൽക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത് 19-ാം അധ്യായത്തിൽ ആദ്യം ഒരു വലിയ ശക്തിയുള്ള കൊടുങ്കാറ്റ്, വലിയൊരു ശക്തിയുള്ള കൊടുങ്കാറ്റ് കടന്നുപോയി. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ആ കൊടുങ്കാറ്റിൽ ദൈവമില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും ഈ കൊടുങ്കാറ്റിലൊക്കെ ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തെ അറിയാനായിട്ടുള്ള ഒരു ആവേശം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കാണാറുണ്ട്. കൊടുങ്കാറ്റിൽ ദൈവത്തെ കാണുക. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറയുമല്ലോ, ആ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഷൂവിൻ്റെ ശക്തിയൊക്കെ കേട്ടാൽ അതങ്ങ് കൊടുങ്കാറ്റ് പോലെയാണ്. കൊടുങ്കാറ്റിൽ ദൈവമില്ലായിരുന്നു. പിന്നീട് നാം കണ്ടത് ഒരു ഭൂമി കുലുക്കം, ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു. പലപ്പോഴും ദൈവത്തെ കൊണ്ടുവരുവാനായിട്ട് ഭൂകമ്പം ഉണ്ടാകല്ല, ഭൂകമ്പം ഉണ്ടാക്കുന്ന സ്ഥിതി വരെ ആകുന്നുണ്ട് ആത്മീയ ഗോളത്തിൽ, ഇല്ലേ? ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു. പിന്നീട് തീ വന്നു. അത് ഒരു വലിയ ആവേശമല്ലേ? തീ വന്നു, എന്നാൽ തീയിലും ദൈവമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നാം വായിക്കുന്നത് ഒരു മൃദുല സ്വരം. ആ തീക്ക് ശേഷം ഒരു സാവധാനത്തിൽ ഒരു മൃദുല സ്വരം ദൈവം സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും തീയിലുമൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ആവേശം കാണിക്കുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ മൃദുസ്വരം കേൾക്കുവാനായിട്ട് നാം കഴിയാതെ പോകുന്നു, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ദൈവം നമ്മെ വാസ്തവമായും സഹായിക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്കിടയാകണം. ദൈവസന്നിധിയിലിരുന്ന് അവന്റെ മൃദുസ്വരം കേൾക്കുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ സന്ദേശം പ്രാപിക്കുവാൻ, അവൻ നമ്മുടെ ഹൃദയത്തോടെ ഏർപ്പെടുവാൻ, നമ്മെ വിനയപ്പെടുത്തുവാനും വിധേയപ്പെടുത്തുവാനും വാസ്തവമായും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആ മൃദുസ്വരം നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സ്വരത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറുവാൻ ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്തുന്ന പാപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആകുല ചിന്ത, ലോകചിന്ത, ജീവിത ചിന്ത നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിനെ ഭയം കീഴടക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ആകർഷവും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും ഒക്കെ
ആഗ്രഹിക്കുകയും അത് മനസ്സിൽ കരുതുകയും ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ സാഹചര്യങ്ങളാൽ ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് അത് തീർച്ചയായും തടസ്സമായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ ഏകാഗ്രചിത്തരായിട്ട് അടുത്തു വന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ, അതിനുള്ള താല്പര്യത്തോടെ, അതിനുള്ള ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മോട് നിരന്തരമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ്റെ സന്ദേശം കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മോട് സംസാരിക്കാൻ അവന് ഇഷ്ടമാണ്. എന്നാൽ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ തടസ്സമായിട്ട് ജീവിതത്തിൽ അനേക കാര്യങ്ങളുണ്ടായിരിക്കാം. അതിനെ മാറ്റിയിട്ട്, അതിനെ ഒഴിവാക്കിയിട്ട് ദൈവസന്നിധിയിൽ വന്ന് അവൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇവർ ഇനി എന്തു ചെയ്യണമെന്ന് എലീശ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അവരെ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം കിട്ടുവാനായിട്ട്, കേൾക്കുവാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാക്കി. ആ സാഹചര്യത്തിൽ ദൈവ സന്ദേശം കൊടുത്തു. ആ സന്ദേശം ഇപ്പോൾ എലീശ ആ 3 രാജാക്കന്മാരെയും അറിയിക്കുകയാണ്. 16-ാം വാക്യം, അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. 17-ാം വാക്യം, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വരയിൽ വെള്ളം നിറയും. 18-ാം വാക്യം, ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ തരും. അപ്പോൾ ദൈവത്തെ അരുളപ്പാട് കേൾക്കുവാനായിട്ട് 3 രാജാക്കന്മാർ എലീശയുടെ അടുക്കൽ ചെന്നു. ദൈവത്തിൻ്റെ സന്ദേശം പ്രാപിക്കുവാനുള്ള സാഹചര്യം എലീശ ഒരുക്കി. ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചത് അവരെ അറിയിക്കുകയാണ്. അറിയിക്കുമ്പോൾ അവരോട് പറയുന്നത്, ഈ താഴ്വരകളിൽ നിങ്ങൾ കുഴികൾ കുഴിക്കണം. ഇവരെ എന്തിനാ അങ്ങോട്ട് പോയിരിക്കുന്നത്? ഇവരെ 3 രാജാക്കന്മാർ ചേർന്ന് മോവാബ്യ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോയിരിക്കുക. ഈ പോകുന്ന വഴിയിൽ, താഴ്വരയിൽ, മരുഭൂമിയിൽ കുഴിവെട്ടി അവിടെ കൃഷി ചെയ്യാൻ പോയവരല്ല. ഇവരാരും കൃഷിക്കാരല്ല. ഇവരൊക്കെ ആയുധപാണികളാണ്. ഇവരൊക്കെ സോൾജിയേഴ്സാണ്. ഇവരൊക്കെ യോദ്ധാക്കളാണ്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിനായിട്ട് പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇവർക്ക് വെള്ളമില്ല എന്നുള്ള പ്രശ്നം വന്നത്. അതിൻ്റെ പരിഹാരത്തിനാണ് അവർ എലീശയുടെ അടുക്കൽ എത്തിയത്. അപ്പോൾ എലീശ പറയുന്നു, ദൈവത്തിൻ്റെ ആലോചന ഇതാണ്, നിങ്ങൾ ഈ താഴ്വരയിലൊക്കെ കുഴി കുഴിക്കണം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ ഈ നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കൊക്കെയും നിങ്ങൾക്കും കുടിക്കുവാൻ ആവശ്യമുള്ള വെള്ളം ഈ താഴ്വരയിൽ നിറയും. ഇനിയും അതും പോരാ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് മാത്രമല്ല, നിങ്ങൾ എന്തിനു വന്നിരിക്കുന്നുവോ, നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, ലക്ഷ്യം എന്താണോ, അത് സാധിക്കുവാനായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. അതാണ് എലീശ നൽകുന്നതായ സന്ദേശം. ആ സന്ദേശം ഈ വന്നിരിക്കുന്ന ജനത്തെ സംബന്ധിച്ച്, ഈ 3 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും സംബന്ധിച്ചിടത്തോളം അത് യുക്തിക്ക് നിരക്കാത്തതാണ്. ദാറ്റ് ഡസൻറ്റ് ഹാവ് എനി ലോജിക് അറ്റ് ഓൾ. യുദ്ധത്തിന് പോകുന്ന പടയാളികളോട് ഈ താഴ്വരയിലൊക്കെ കുഴിവെട്ടാൻ പറഞ്ഞാൽ അതിൽ ലോജിക്കില്ല, അതിൽ യുക്തിയില്ല. അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ന്യായീകരണങ്ങളൊക്കെ പറയാമായിരുന്നു, അല്ലേ? അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുവാൻ കഴിയുമോ? ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ കൃഷിക്കാരല്ല, ഞങ്ങൾ സൈന്യമാണ്, ഞങ്ങൾ സോൾജിയേഴ്സാണ്, പടയാളികളാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, കൃഷിക്ക് വന്നതല്ല. പിന്നെ ഞങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? എലീശ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വെള്ളം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി, അതിനൊരു മാർഗം പറഞ്ഞാൽ മതി. ഇവിടെ കുഴി വെട്ടുന്ന കാര്യം പറയണ്ട. അപ്പോൾ അവർക്ക് ന്യായീകരണങ്ങൾ ഒത്തിരി പറയാമായിരുന്നു. ഇപ്പോൾ വെള്ളമില്ല, ഒന്നാമത് വെള്ളമില്ല, പ്രശ്നമാണ്, അതിൻ്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വെള്ളമില്ലാത്ത അവസ്ഥയിൽ, മഴയും കാറ്റുമില്ലാത്ത ഈ പശ്ചാത്തലത്തിൽ ഇവിടെ കുഴി വെട്ടുന്നതിനേക്കാൾ ഭേദം പോയി യുദ്ധം ചെയ്യുന്നതാണെന്ന് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കാമായിരുന്നു, അല്ലേ?
ഇനിയും ഈ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഇവിടെ വെള്ളമില്ലെങ്കിൽ ഈ കുഴി വെട്ടുന്നതിന് പകരം വെള്ളം കിട്ടുന്ന സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് നോക്കി അവിടെ പോയി വെള്ളം കൊള്ളുവാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു. ഇനിയല്ല, വെള്ളമില്ല, നമ്മൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, ചത്തുപോകുന്നെങ്കിൽ ചത്തുപോകട്ടെ, എന്തായാലും ഇവിടെ കുഴിവെട്ടാനായിട്ടൊന്നും പോകുന്നില്ല, ഇതിനകത്ത് യുക്തിയില്ല, ഇതെന്തൊരു ഭോഷത്തരമാണ് എന്ന് അവർക്ക് പറയാമായിരുന്നു. എന്നാൽ ഈ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ന്യായവാദങ്ങളൊക്കെ പറയുവാനായിട്ട് അവർ കഴിയുമായിരുന്നെങ്കിലും നമ്മുടെ വായിക്കുന്നത് അതൊന്നും പറയാതെ അവരത് അനുസരിച്ചു. അവര് ആരാണെന്നുള്ളതും അവരെന്തിനു വന്നതാണെന്നുള്ളതും അങ്ങനെ കുഴി കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം എന്താണ്, അതിന് സാധ്യത എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ, അതിൻ്റെ യുക്തി ന്യായങ്ങളൊന്നും പരിഗണിക്കാതെ ദൈവം പറഞ്ഞത് അനുസരിക്കുവാനായിട്ട്, എലീശാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തത് അനുസരിക്കുവാനായിട്ടുള്ള മനസ്സൊരുക്കം അവർക്കുണ്ടായി. അവർ ആ താഴ്വരയിലൊക്കെ കുഴി കുഴിച്ചതായിട്ട് നാം കാണുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പകർത്തുവാൻ ശ്രമിച്ചാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ ദൈവം ഏർപ്പെടുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റാത്ത നിലയിലായിരിക്കും. നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ പരിചയത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിലയിലായിരിക്കേയില്ല ചില സമയങ്ങളിൽ ദൈവം നമ്മോട് ഏർപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ടില്ല, ദൈവം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല പ്രവർത്തിക്കുന്നതൊക്കെ പരാതി പറയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതി പെർഫെക്റ്റ് ആണ്. ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. ദൈവം നമ്മോട് പറഞ്ഞാൽ അത് നമ്മുടെ യുക്തിക്ക് ചേരാത്തതാണെങ്കിലും, നമ്മുടെ സാഹചര്യത്തോട് യോജിക്കാത്തതാണെങ്കിലും, നമ്മുടെ പാരമ്പര്യത്തിൽ, പരിചയത്തിൽ അതിന് സാങ്കത്യമില്ലെന്ന് വന്നാലും ദൈവമാണ് കൽപ്പിച്ചതെങ്കിൽ, ദൈവമാണ് പറയുന്നതെങ്കിൽ ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, പിന്തിരിയാതെ, പരിഭവം പറയാതെ, മത്സരിക്കാതെ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിനെ കാണുകയാണ്. പത്രോസ് എന്ന പ്രഗത്ഭനായ മീൻപിടുത്തക്കാരൻ, മീൻപിടുത്തത്തിൽ PhD എടുത്തിട്ടുള്ള പത്രോസ് ഒരു രാത്രി മുഴുവൻ തലങ്ങനെയും വലങ്ങനെയും വലവീശി ആ ഗലീലാക്കടലിൽ ധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും കിട്ടാത്ത പത്രോസ് കരയ്ക്ക് വന്നു. കർത്താവ് പടകുപയോഗിച്ചു. ഇപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച സ്ഥലത്ത്, ഒരു മീനെ പോലും കിട്ടാത്ത സ്ഥാനത്ത്, പകലിൽ കർത്താവ് ആ പടകുപയോഗിച്ച് പ്രസംഗിച്ച ശേഷം ഇപ്പോൾ മീൻ കിട്ടുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിൽ, സമയത്ത് പത്രോസിനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് തൻ്റെ അവസ്ഥ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും ഇവിടെ തന്നെയാണ് അധ്വാനിച്ചത്, ഇവിടെ തന്നെയാണ് വലയിറക്കിയത്, വേറെങ്ങും അല്ലായിരുന്നു. ഇവിടെ എങ്ങാനും ഒരു മീൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മീനെ പോലും കിട്ടിയില്ല. ഇനിയും ഈ ഉച്ചയ്ക്ക് വലയിറക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ട്, ഞങ്ങളുടെ പരിചയം കൊണ്ട്, ഞങ്ങളുടെ ശീലം കൊണ്ട്, ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് ഇപ്പോൾ വലയിറക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് ബുദ്ധിശൂന്യമാണ്. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവിടെ കൊണ്ട് പത്രോസ് നിർത്തിയില്ല. പത്രോസ് പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങളുടെ പാരമ്പര്യത്തെക്കാൾ, ഞങ്ങളുടെ പരിചയത്തെക്കാൾ, ഞങ്ങളുടെ സാധ്യതയേക്കാൾ, ഞങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ, ഞങ്ങളുടെ അറിവിനേക്കാൾ ഒക്കെ വിലയുണ്ട്. ഇന്ന് രാത്രി അത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ദൈവത്തിന്റെ വാക്കിന് നമ്മുടെ പാരമ്പര്യത്തെക്കാൾ, പരിചയത്തെക്കാൾ, നമ്മുടെ എക്സ്പീരിയൻസിനേക്കാൾ, നാം മനസ്സിലാക്കിയതിനേക്കാൾ, നമ്മുടെ സാധ്യതയേക്കാൾ, നമ്മുടെ സാഹചര്യത്തെക്കാൾ ഒക്കെ പ്രാധാന്യതയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവന്റെ വാക്കിലുണ്ട്. നിന്റെ വാക്കിന് വലയിറക്കാം. പത്രോസ് വലയിറക്കി. നാം വായിക്കുന്നു, പെരുത്ത മീൻകൂട്ടം. അവരെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്തത് ഒരു നിമിഷം കൊണ്ട് കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ അവർക്ക് ലഭിക്കുകയുണ്ടായി.
ഇവിടെയും ഈ പടയാളികൾ യുദ്ധത്തിന് പോവുകയാണ്. വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇനി കുഴി കുത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ ശ്രമകരമായ കാര്യമാണ്, ബുദ്ധിമുട്ടാണ്. അതിന്റെ പ്രയോജനം എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മുൻപിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ അവർക്ക് ഉത്തരം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർക്ക് ഉത്തരമില്ലെങ്കിലും ഉത്തരമുള്ള ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണ്, കുഴി വെട്ടുവാനായിട്ട് അവർ വെട്ടുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമില്ലെങ്കിലും, നമ്മുടെ ചിന്തകൾക്കൊന്നും അർത്ഥം കണ്ടെത്തുവാൻ കഴിയത്തില്ലെങ്കിലും, നമ്മുടെ യുക്തിയിൽ നമുക്ക് അപഗ്രഥിച്ച് മനസ്സിലാക്കുവാൻ കഴിയില്ലെങ്കിലും, ഇന്ന് രാത്രി നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ അനുഭവത്തിൽ ദൈവം നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവന്റെ പക്കൽ ഉത്തരമുണ്ട്. നമുക്ക് ഉത്തരമില്ലെങ്കിലും ഉത്തരമുള്ള ഒരുത്തൻ നമ്മോട് കൂടെയുണ്ട്. അവൻ പറഞ്ഞാൽ അനുസരിക്കുക. നമ്മുടെ യുക്തിയോടെ നിരക്കുന്നില്ലെങ്കിലും സർവജ്ഞാനിയായ ഒരുവൻ നമ്മോട് പറയുമ്പോൾ അതിനെ അനുസരിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുക. അനുഗ്രഹത്തിന്റെ കലവറ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ കലവറ നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ അവർ കുഴികുത്തിയ ശേഷം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. പിറ്റേ ദിവസം രാവിലെ, തലേദിവസം സായാഹ്നത്തിലായിരിക്കും അവർ കുഴിവെട്ടിയത്. മനസ്സിലായോ? തലേദിവസം സന്ധ്യയ്ക്ക് അവർ കുഴിവെട്ടി, അല്ലെങ്കിൽ ആ പകൽ മുഴുവനും അവർ കുഴിവെട്ടുകയായിരുന്നു വെക്കുക. അവര് ഒരു ദിവസം മുഴുവനും കുഴിവെട്ടി കഴിഞ്ഞിട്ട് അവര് രാത്രി ഉറങ്ങാൻ പോയി. രാവിലെ ഭോജനയാഗത്തിന്റെ സമയമാണ്. ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ആര് കണ്ടു? ആരാ കണ്ടത്? ഈ കുഴിവെട്ടിയ ഈ സൈന്യം അല്ലേ? അവരല്ലേ കണ്ടത്? അവരാ കണ്ടത്. അവര് കണ്ടു. അവര് കാണുവാൻ കാര്യം എന്താ? രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് അവർ കാണുവാൻ കാരണം എന്താ? കാരണം? അവരെ നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ കണ്ടത്? അവരെ നോക്കിയിരിക്കുകയായിരുന്നു. കാറ്റ് കാണുകില്ല, മഴ കാണുകില്ല, എന്നാൽ വെള്ളം വരും, ഈ താഴ്വരയൊക്കെ വെള്ളം കൊണ്ട് നിറയുമെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് കാണുവാനായിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ കണ്ടത്. കഴിഞ്ഞ ദിവസം വളരെ കഷ്ടപ്പെട്ട് കുഴികൾ കുഴിച്ചു ക്ഷീണിച്ച് വന്ന് രാത്രി ഉറങ്ങിക്കാണും. പിന്നെ ദാഹം കൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്നും അറിയത്തില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ അവർ കാത്തിരിക്കുകയാണ്, അവർ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളം വരുന്നവർ കണ്ടത്. ഇനിയും അവർ നോക്കിയിരിക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് അവർ നോക്കിയിരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ നോക്കിയിരുന്നത്? അവർ നോക്കിയിരുന്നത് വെള്ളം വരുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലേ? They had the faith that God will bring water. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ നോക്കിയിരുന്നത്. അപ്പോൾ അവരാണ് നോക്കിയിരുന്നത്. നോക്കിയിരിക്കുവാൻ കാരണം ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്കുകളാണ്. ദൈവത്തിന്റെ വാക്ക് അതുപോലെ സഫലമാകുമെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് അവർ നോക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് ദൈവം പറഞ്ഞത് അനുസരിക്കുവാനുള്ള സമർപ്പണമുണ്ടായിരുന്നു. ആ സമർപ്പണം മാത്രമല്ല, ദൈവത്തിന്റെ വാക്ക് സഫലമാകുന്നത്, ദൈവത്തിന്റെ വാക്കുകൾ കർമ്മപദ്ധതിയിൽ വരുന്നത് വിശ്വാസത്താൽ അവർ കാത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ അനുസരണത്തിനുള്ള സമർപ്പണം, they had the dedication to obey him. ദൈവത്തെ അനുസരിക്കുവാനുള്ള സമർപ്പണം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും ആ താഴ്വരയിലെല്ലാം അവർ കുഴിവെട്ടിയത്. അവർ ഓൾറെഡി ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണെങ്കിലും എന്നിട്ടും അവർ കുഴിവെട്ടിയത്
അവർക്ക് അനുസരിക്കുവാനുള്ള സമർപ്പണം ഉണ്ടായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ വാക്ക് സംഭവിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നോക്കിയിരിക്കുകയാണ് ദൈവത്തിന്റെ വാക്ക് സഫലമാകുവാൻ. ദൈവത്തിന്റെ വാഗ്ദത്തം അതുപോലെ പൂർത്തീകരിക്കപ്പെടും, നിവൃത്തിയാകുമെന്ന് അവർ വിശ്വസിച്ചത് കൊണ്ട് അവർ ദൈവത്തിൽ കാത്തിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട്. സോ ദേ ഹാഡ് ദ ഡെഡിക്കേഷൻ ടു ഒബേ ദ ലോർഡ് ആൻഡ് ദേ ഹാഡ് ദ ഫെയ്ത്ത് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ടു സീ ഹിസ് വണ്ടർഫുൾ വർക്ക്. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുസരിക്കുവാനുള്ള മനസ്സൊരുക്കം മാത്രമല്ല, ദൈവത്തിൽ കാത്തിരിക്കുവാനുള്ള വിശ്വാസം കൂടെ. അവർ കുഴിച്ച ഉടനെ വെള്ളം വന്നില്ല. ഒരു രാത്രി കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ആ ഭോജനയാഗത്തിന്റെ സമയത്താണ് വെള്ളം വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സമയത്തോളം കാത്തിരിക്കുവാൻ അവർ നോക്കിയിരിക്കുകയാണ്. ദൈവം എപ്പോൾ പ്രവർത്തിക്കുന്നവർക്കറിയില്ല, എന്നാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് അവർക്കറിയാം. ദൈവത്തിന്റെ സമയത്തോളം ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് മാർത്തയോട് പറയുന്ന വാക്കുകൾ നാം വായിക്കുന്നുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ, അവന്റെ വാക്ക് വിശ്വസിക്കുവാൻ, അവന്റെ വാക്കിന് വലയിറക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ പോകുന്നതിന് ഒരു കാരണം ദൈവത്തിന്റെ വാക്ക് അതുപോലെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ വാക്ക് അതുപോലെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വാക്ക് വിശ്വസിക്കുവാൻ നമുക്ക് മനസ്സൊരുക്കമുണ്ടാകട്ടെ. അതിനു ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. അപ്പോൾ അവരുടെ അനുസരണം, അവരുടെ വിശ്വാസം, അനുസരണത്തോടെ അവർ കുഴികുത്തി, വിശ്വാസത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? നാം അവിടെ വായിക്കുന്നത്, അവരുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അനുസരിക്കുവാനും വിശ്വസിച്ച് കാത്തിരിക്കുവാനും അവർക്ക് മനസ്സുണ്ടായിരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? 20-ാം വാക്യം നാം വായിക്കുന്നു. 21-ാം വാക്യം, എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു വന്നു എന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. 23-ാം വാക്യം, അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവിൻ എന്ന് അവർ പറഞ്ഞു. 24-ാം വാക്യം, അവർ ഇസ്രായേൽ പാളയത്തിങ്കിൽ എത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് മോവാബ്യരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അവരുടെ അനുസരണവും വിശ്വാസവും മുഖാന്തരം സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് അനുഗ്രഹങ്ങൾ. അനുസരണത്തിലും വിശ്വാസത്തിലും അവർ പ്രാപിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന്, അവരുടെ ദാഹശമനത്തിന് അവർക്ക് വെള്ളം ലഭിച്ചു. അവർ വെള്ളമില്ലാതെ ദാഹിച്ച് വരണ്ട അവസ്ഥയിലായിരുന്നു. അവർക്കും അവരുടെ മൃഗജാലങ്ങൾക്കും കുടിക്കുവാൻ വെള്ളമില്ല. എന്നാൽ ഇപ്പോൾ അവർ കർത്താവിനെ, ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോൾ, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ, രണ്ട് അനുഗ്രഹങ്ങൾ സാധിച്ചു. ഒന്ന്, അവരുടെ ദാഹം ശമിച്ചു. രണ്ട്, അവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം ലഭിച്ചു. അവർക്ക് അവരുടെ ദാഹം ശമിപ്പിക്കുവാനുള്ള വെള്ളം ലഭിച്ചു. They got the water to quench their thirst. മാത്രമല്ല, ആ വെള്ളം തന്നെ ശത്രുക്കളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ശത്രുക്കളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അവർ കൊള്ള ചെയ്യുവാനായിട്ട് കയറി വന്നു. യുദ്ധത്തിന് വേണ്ടി നിന്നവർ ആയുധമൊക്കെ കളഞ്ഞിട്ട് കൊള്ള പങ്കുവയ്ക്കുവാനായിട്ട് വന്നു. ആ സമയത്ത് ഇസ്രായേൽ അവരെ തോൽപ്പിച്ചു. അപ്പോൾ ശത്രുക്കളുടെ മേൽ അവർക്ക് വിജയം ലഭിച്ചു. അവരുടെ അനുസരണം കൊണ്ട് രണ്ട് കാര്യങ്ങൾ, അവരുടെ വിശ്വാസം കൊണ്ട് രണ്ട് കാര്യങ്ങൾ അവിടെ സാധിക്കുകയാണ്. അവരുടെ ദാഹശമനത്തിന് അവർക്ക് വെള്ളം ലഭിച്ചു. അതേ വെള്ളം തന്നെ അവരുടെ ശത്രുവിന്
അത് കൺഫ്യൂഷനായിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കി അവരെ തോൽപ്പിക്കുവാനായിട്ട് ആ വെള്ളം മുഖാന്തരം ഇവർക്ക് ഇടയായി തീർന്നു. ഇവിടെ നമുക്കുള്ള പാഠം, ദൈവത്തെ അനുസരിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ജയജീവിതം സാധ്യമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളല്ലേ അവർക്കും സംഭവിച്ചത്. അവർ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് വെള്ളമില്ല, കുടിക്കുവാൻ വെള്ളമില്ല. അവർ ദാഹിച്ചു വരണ്ടു. അവരും അവരുടെ മൃഗജാലങ്ങളും വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, കുഴി കുത്തുക. അവരുടെ യുക്തിക്ക് വിരുദ്ധമായിട്ട് അവർക്ക് അനുസരിക്കുവാൻ മനസ്സുണ്ടായപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അവരുടെ ദാഹത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അവർക്കും അവരുടെ മൃഗങ്ങൾക്കും ധാരാളം കുടിക്കുവാനുള്ള വെള്ളം ലഭിച്ചു. അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് മാത്രമല്ല, അതിലൂടെ തന്നെ അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയും അവർക്കുണ്ടായി. അപ്പോൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. മാത്രമല്ല, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ജയജീവിതം സാധ്യമാകുന്നു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ, നമ്മുടെ ശത്രുവായ പിശാചിനോട്, നമ്മുടെ ശത്രുവായിരിക്കുന്ന നമ്മുടെ ജഡത്തോട്, നമ്മുടെ ശത്രുവായിരിക്കുന്ന ലോകത്തോട് നമുക്ക് ജയം നേടുവാനായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ശക്തിപ്പെടുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവർ കുഴി കുത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ദൈവം പറഞ്ഞതുപോലെ ആ താഴ്വരകളിൽ അവർ കുഴി കുത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ദൈവം പറഞ്ഞതുപോലെ വെള്ളം വരും, ഇല്ലേ? ദൈവം പറഞ്ഞതുപോലെ വെള്ളം വരും. ദൈവം പറഞ്ഞു, വെള്ളം വരും. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ വെള്ളം വരും. ദൈവത്തിന്റെ വാക്ക് ദൈവം പാലിക്കും. ദൈവം പറഞ്ഞതുപോലെ വെള്ളം വരും. പക്ഷെങ്കിൽ കുഴി കുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? താഴ്വരയാണ്, താഴ്വരയിൽ വെള്ളം നിൽക്കുകയില്ല, വെള്ളം വന്നങ്ങ് ഒഴുകിൽ പോകും. അതുകൊണ്ട് അവർക്ക് നന്മയുണ്ടാകുകയില്ല, അവർക്ക് ദാഹശമനം ഉണ്ടാകുകയില്ല. അങ്ങനെ വെള്ളം ഒഴുകിപ്പോയാൽ ഈ ശത്രുക്കൾക്ക് ആ വെള്ളത്തിലെ റിഫ്ലക്ഷൻ കൊണ്ട് അത് രക്തമാണെന്ന് തോന്നുകയില്ല, ഇവർക്ക് ജയം ലഭിക്കുകയില്ല. അപ്പോൾ ഇവർ അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ജയം ലഭിക്കുകയില്ല. ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം സാധിക്കും. ഇവരുടെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇവർ കുഴി കുത്തിയാലും കുഴി കുത്തിയില്ലെങ്കിലും വെള്ളം വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവം വെള്ളം കൊണ്ടുവരും. പക്ഷെങ്കിൽ അതിന്റെ നന്മ അനുഭവിക്കുവാൻ ഇവർക്ക് സാധിക്കുകയില്ല. മനസ്സിലായോ പറഞ്ഞത്? ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് പാലിക്കുന്നവനാണ്. നമ്മുടെ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നന്മ അനുഭവിക്കണമെങ്കിൽ, അത് നമുക്ക് ഫലകരമായി തീരണമെങ്കിൽ, അത് നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നാം അനുസരിക്കണം, നാം സമർപ്പിക്കണം, നാം സ്നേഹിക്കണം, നാം അവനോട് ചേർന്ന് നിൽക്കണം, നാം പിൻപറ്റണം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യും, നമുക്ക് അനുഗ്രഹമില്ലാതെ പോകും. നാം പിന്നെയും നഷ്ടപ്പെട്ടവരായിട്ട്, നമ്മുടെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയാത്തവരായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പരാജിതരായിട്ട് പിന്നെയും തുടരുവാനായിട്ട് ഇടയായിത്തീരും. രാത്രി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ദൈവം നമ്മെ വാസ്തവമായി സഹായിക്കട്ടെ. ദൈവത്തെ അനുസരിക്കുവാനുള്ള മനസ്സൊരുക്കം. അവനെന്ത് പറഞ്ഞാലും, മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവീൻ. അതെന്തിനാണെന്ന്, അല്ലെങ്കിൽ അത് അപ്പോൾ ആവശ്യമുണ്ടോ, അതുകൊണ്ട് എന്താണ് പ്രയോജനം, എന്താണ് സാങ്കത്യം, അതൊന്നും വിഷയമല്ല. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെയാ, അവൻ ചെയ്തോളും. രാത്രി അങ്ങനെ അനുസരിക്കുവാൻ വിശ്വാസത്തോടെ അനുസരിച്ച് കാത്തിരിക്കുവാൻ ദൈവം നമ്മെ വാസ്തവമായി സഹായിക്കട്ടെ. നമ്മുടെ മൂന്നാമത്തെ പാഠം കൂടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവസന്നിധിയിലെ നമ്മുടെ അനുസരണമാണ്
ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ഉപാധി. ഇസ്രായേൽ മക്കൾക്ക്, യഹൂദയിലുള്ളവർക്ക്, ആ സൈന്യത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന പാത്രമായിരുന്നു അവർ അനുസരിച്ചുണ്ടാക്കിയ ആ കുഴികൾ. ആ കുഴികളില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം അവിടെ നിൽക്കില്ലായിരുന്നു. അനുഗ്രഹം വന്നു പോകും, എന്നാൽ അവർക്ക് അത് മുഖാന്തരം പ്രയോജനം ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ദൈവസന്നിധിയിലെ നമ്മുടെ അനുസരണമാണ് ദൈവിക അനുഗ്രഹത്തിന് പ്രാപിക്കുവാനുള്ള ഉപാധി. വിശ്വാസത്തോടെ ദൈവത്തിൽ കാത്തിരിക്കുന്നതാണ് ദൈവമഹത്വം കാണുവാനുള്ള മാർഗം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ അനുസരിക്കുവാനും ആ അനുസരണത്തിലൂടെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ താണിരുന്ന് യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. യെശയ്യാ 40-ാം അധ്യായത്തിൽ പറയുന്നു. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കാത്ത സമയത്തും ദൈവത്തിൽ കാത്തിരിക്കുവാൻ, അയ്യോ പറയുന്ന പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവമഹത്വം കാണുവാൻ നമുക്കിടയായി തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ചിന്തിച്ച 3 പാഠങ്ങൾ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയൂ, ദൈവ സന്ദേശം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ അനേക സന്ദർഭങ്ങളിൽ ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും നമ്മുടെ ഹൃദയം അതിനോട് ഏകാഗ്രമായില്ല, നമ്മുടെ ഹൃദയം ഒരുക്കപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവശബ്ദം നമുക്ക് പ്രയോജനം ചെയ്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അത് കേൾക്കുവാനുള്ള ഒരുക്കം എനിക്കുണ്ടാകണം. അത് തടസ്സപ്പെടുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതെന്തു തന്നെ ആയാലും അത് മാറ്റി നിന്റെ സന്നിധിയിലിരുന്ന് നിന്റെ ഇമ്പമുള്ള സ്വരം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ എനിക്കിടയാകണം. നിന്റെ ശബ്ദം അതെത്രയോ മാധുര്യമുള്ളതാണ്, അതെത്രയോ സ്വാതന്ത്ര്യമാണ്, അതെത്രയോ അനുഗ്രഹമാണ്, അതെത്രയോ ശക്തിയാണ്, അതെത്രയോ പ്രയോജനമാണ്. നിന്റെ ശബ്ദം കേൾക്കുവാനിടയാക്കണം. 2, നാം കണ്ടത് ദൈവത്തെ അനുസരിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. ദൈവസ്ഥനിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ജയജീവിതം സാധ്യമായി തീരുന്നു. ദൈവത്തെ അനുസരിക്കുവാൻ നമുക്കിടയായി തീരണം. ദൈവസ്ഥനിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. നമ്മുടെ സമയത്തല്ല. ചിലപ്പോഴൊക്കെ നാം ആഗ്രഹിക്കുന്ന പോലെ ദൈവം പ്രവർത്തിച്ചെന്ന് വരില്ല. നമ്മുടെ സമയമല്ല ദൈവത്തിന് സമയം. നമുക്ക് തെറ്റിപ്പോകാം, എന്നാൽ ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ ആ 4-ാം യാമം ശിഷ്യന്മാര് ഗലീല കടലിൽ രാത്രിയിൽ അവർ ആ കൊടുങ്കാറ്റിനോട് മല്ലടിച്ചു. 3 യാമങ്ങളിലും അവർ കഷ്ടപ്പെട്ടു, കർത്താവ് എത്തിയില്ല. എന്നാൽ 4-ാം യാമത്തിൽ നാം പാടാറുണ്ടല്ലോ, 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കടലിൻ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ ദൈവസ്ഥ നമ്മുടെ അനുസരണമാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ഉപാധി. വിശ്വാസത്തോടെ ദൈവസ്ഥനിൽ കാത്തിരിക്കുന്നതാണ് ദൈവമഹത്വം കാണുവാനുള്ള മാർഗം. അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്ന് ദൈവമഹത്വം പ്രാപിച്ച് ദൈവമഹത്വനായിട്ട് നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.